കോൺടാക്ട് മ്യൂട്ട് ചെയ്തിട്ട് ആവശ്യത്തിന് അൺമ്യൂട്ട് ചെയ്താൽ മതിയില്ലേ? ഓക്കെ. തുടങ്ങിക്കോ. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. اللهم إني أعوذ بك من علم لا ينفع وقلب لا يخشى ونفس لا تشبع ودعاء لا يسمع. അൽഹംദുലില്ലാഹ്. അതിൽ നിന്ന് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സുമ്മ അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ ഒരു സമയം നൽകിയതിന്, അതായത് നമ്മുടെ ലൈഫിലെ ഈ ഒരു പാട്ട്, അതായത് ഈ ഒരു മണിക്കൂർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു നിഅമത്ത് തന്നതിന് അൽഹംദുലില്ലാഹ്. അതുപോലെ തന്നെ അൽഹംദുലില്ലാഹ്, നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റെക്കോർഡിൽ നോക്കുമ്പോൾ ഈ ഒരു മണിക്കൂർ വേറൊന്നും നമ്മൾ ചെയ്യാതെ അല്ലാഹു സുബ്ഹാനഹു വ തആലനെ മാത്രം അനുസരിച്ചിട്ട് നിന്ന ഒരു സദസ്സാക്കിയിട്ട് നമ്മൾ ആ റെക്കോർഡിൽ കാണൂല്ലേ. അൽഹംദുലില്ലാഹ്, അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഇത് സ്വീകരിക്കുമാറാവട്ടെ. അപ്പൊ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബട്ട് എന്നാലും എനിക്കൊരു റിമൈൻഡർ എന്ന നിലയിലും നിങ്ങൾക്കുള്ളൊരു റിമൈൻഡർ എന്ന നിലയിലും മാത്രം ഈ ടോപ്പിക്ക് സെലക്ട് ചെയ്തത്. ഇൻഷാ അല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഹെൽപ്പ് ചെയ്യട്ടെ. എനിക്ക് മാക്സിമം എന്റെ എഫേർട്ടിൽ എങ്ങനെയൊക്കെ ഇത് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുമോ ഖുർആനും സുന്നത്തിലും ആ ഒരു ഇതില് അടിസ്ഥാനപരമായിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം അല്ലെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, റമളാനിലാണ് ഇസ്ലാം തുടങ്ങുന്നത് തന്നെ. അതായത് ഖുർആൻ ആ ഒരു ഇറങ്ങുന്നത് തന്നെ റമളാൻ മാസത്തിലാണെന്ന് അറിയാം അല്ലെ. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ ഷഹ്റു റമളാൻ ഉൻസിലൽ ഖുർആൻ. നമുക്ക് എല്ലാവർക്കും അറിയാം റമളാൻ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങുന്നതും ഇസ്ലാം ഇങ്ങനെ ഒരു സംഭവം വരുന്നതും ഒക്കെയും ഈ റമളാൻ മാസത്തിലാണ്. അപ്പം എല്ലാ റമളാൻ മാസത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹിറാ ഗുഹയിൽ അവിടെ ഇരുന്നിട്ട് ജിബ്രീൽ മലക്ക് വരുമായിരുന്നു, ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിക്കുമായിരുന്നു, ഇങ്ങനെ പഠിപ്പിക്കുമായിരുന്നു. ഇതിങ്ങനെ എല്ലാ റമളാൻ മാസവും ഇങ്ങനെ ചെയ്യുമായിരുന്നു. 10 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലായിരിക്കും. ആ 10 ദിവസം ജിബ്രീൽ മലക്ക് വരും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ ഇങ്ങനെ ഓതിപ്പിക്കും, പറഞ്ഞു കൊടുക്കും, ഇതാക്കും, അങ്ങനെ ഫുൾ ഇതിങ്ങനെ എല്ലാ റമളാൻ മാസത്തിലും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണ് 23-ാമത്തെ റമളാൻ വരുന്നത്. അതായത് ഹിജറ 10 വർഷത്തിന് ശേഷം 23-ാമത്തെ റമളാനിലാണ്. ആ റമളാന് വേറെ തന്നെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു, വേറെ തന്നെ ഒരു ഡിഫറൻറ്റ് ആയിരുന്നു ആ റമളാൻ മാസം എന്ന് പറയുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഅ്തികാഫിലേക്ക് പോയി, ജിബ്രീൽ മലക്ക് വരുന്നുണ്ട്, ഖുർആന് 10 ദിവസം, ആ 10 ദിവസവും ഇങ്ങനെ ഖുർആൻ ഇങ്ങനെ ഓതി കേൾപ്പിക്കുന്നുണ്ട്, പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കാണുന്നത്. അതായത് ഇനി ഒരു 10 ദിവസം കൂടി ഇഅ്തികാഫ് എന്താക്കുക, നീട്ടുക എന്ന് പറഞ്ഞിട്ട്. അതിന്റെ കൂടെ തന്നെ കാണുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നെറ്റി മണ്ണിന്റെ അവിടെ ഇങ്ങനെ തട്ടിയിട്ട്, പിന്നെ ഇങ്ങനെ സുജൂദിന് ഇങ്ങനെ എണീക്കുന്ന സമയത്ത് ഈ മണ്ണും വെള്ളവും ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് വീഴുന്നത്. അങ്ങനെ എന്താക്കി, സ്വപ്നം കണ്ടതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു ഇഅ്തികാഫ് 10 ദിവസത്തേക്ക് കൂടി ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്യാന്നുള്ളത്. അങ്ങനെ 10 ദിവസത്തേക്ക് ഒന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് സുജൂദിലേക്ക് പോകുമ്പോൾ പെട്ടെന്നാണ് മഴ പെയ്യുന്നത്. അങ്ങനെ സുജൂദിന് എണീച്ചപ്പം സെയിം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ സ്വപ്നത്തിൽ കണ്ടത്, സെയിം ആ നെറ്റിയുടെ അവിടെ നിന്ന് ഈ മണ്ണും വെള്ളവും ഇങ്ങനെ താഴേക്ക് പോകുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്ത് ജിബ്രീൽ മലക്ക് വരുന്നുണ്ട്. ഈ 10 ദിവസത്തിൽ ഒന്നും കൂടിയും ഖുർആൻ എന്താക്കുന്നതാണ്, പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്, ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നതാണ്. അങ്ങനെ ഫുൾ ഒന്നും കൂടി റിവൈസ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ എത്തിക്കുന്നതാണ്. ആ ഒരു സമയത്ത് റസൂൽ സല്ലല്ലാഹുവിന്റെ ഹൃദയത്തിൽ എന്തോ ഒരു ഫീലിംഗ് തോന്നി. എന്താ സംഭവം, എന്തോ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തോ ഒരു സൈന് തരുന്ന പോലെ, എന്തോ ഈ ഭൂമിയിൽ എന്റെ ടൈം തീരാനായോ എന്നുള്ള ആ ഒരു സൈന് തരുന്ന പോലെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ തോന്നിയതാണ്. പക്ഷെ ഈ കാര്യം ഒരാളോടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. ഒരാളോടും ഈ ഒരു കാര്യം പറഞ്ഞിട്ടേയില്ല. ഈ ഒരു 10 ദിവസം ഇങ്ങനെ എക്സ്റ്റെൻഡ് ആക്കിയെന്നും ഇങ്ങനെ ജിബ്രീൽ മലക്ക് 2 പ്രാവശ്യം ഇങ്ങനെ ഖുർആൻ ചെയ്യിപ്പിച്ചെന്നൊന്നും ഒരാളോടും പറഞ്ഞില്ല. അങ്ങനെ റമളാൻ മാസം കഴിഞ്ഞ് ഷവ്വാല് വന്ന്, ഷവ്വാലിന്റെ ആ ഒരു സമയമായപ്പം മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അതായത് ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യണേ. നിങ്ങൾ ആ ഒരു സ്റ്റോറി കേൾക്കുന്ന പോലെ ആവാതെ, എനിക്കറിയാം നിങ്ങൾ സീറൊക്കെ പഠിക്കുന്നുണ്ടാവും, പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓരോ ഇത് കേൾക്കുന്ന സമയത്തും ഒന്ന് ഫീൽ ചെയ്യാം. ആ ഒരു സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് നിങ്ങൾ എന്തായാലും മനസ്സിൽ കൊടുക്കണം.
ഈ ഒരു സീൻ എന്ന് പറഞ്ഞാല് മുആദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ സീൻ എന്ന് പറഞ്ഞാൽ മുആദ് റളിയല്ലാഹു അൻഹു ഒരു ഒട്ടകത്തിന്റെ മേലെയാണുള്ളത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം താഴെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പൊ രണ്ടാളും ഇങ്ങനെ ഒന്നിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ട് ഇങ്ങനെ മെല്ലനെ ഇങ്ങനെ നടക്കുന്നുണ്ട്. എന്നിട്ട് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ യമനിലേക്ക് പോവുക, യമനിലേക്ക് പോയിട്ട് എന്താക്കുക, ദീനിനെ പറ്റിയിട്ട് പഠിപ്പിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആ ഒരു നടത്തത്തിന്റെ ഒരു ലാസ്റ്റത്തെ ആ ഒരു സ്റ്റേജിൽ എത്തുന്ന സമയത്ത് അതിങ്ങനെ നടന്ന് ആ ഒരു വഴിന്റെ അറ്റത്തെത്തിയപ്പോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, യാ മുആദ് ഇന്നക അസ്അല തൽഖാന ബഅദഹ മആദ. യാ മുആദ്, ഇനി നീ തിരിച്ചു വരുമ്പം ഞാനിവിടെ ഉണ്ടാവണം എന്നില്ല. ജസ്റ്റ് ഇതൊന്ന് നിങ്ങൾ ഫീൽ ചെയ്യണേ. കാരണം ഇപ്പൊ നിങ്ങളോട് നിങ്ങളെ ഉപ്പയോ ഉമ്മയോ പറയും, നമ്മളൊരു യാത്ര പോകാൻ പോകുന്നെന്ന് വിചാരിക്കും. നമ്മൾ യാത്ര പോകാനാകുമ്പോൾ നമ്മുടെ ഉപ്പയും ഉമ്മയും പറയുന്നു, ഇനി നീ തിരിച്ചു വരുമ്പോ ഞാനിവിടെ ഉണ്ടാവണം എന്നില്ല, ഞാൻ ചിലപ്പോ ഖബറിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ പറഞ്ഞാല് നമ്മൾ ഇനി യാത്രയിലേക്ക് പോവോ? നമ്മളൊരു ഭയങ്കര ഇമോഷണൽ ആയിരിക്കൂലെ, ഇനി വന്നാൽ ഇനി ഉപ്പാനുമാനും കാണൂലേ. പക്ഷെ സഹാബാക്കൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത് അതിനേക്കാളും മേലെയായിരുന്നു, ഏറ്റവും ഇഷ്ടപ്പെട്ടതായിരുന്നു. അതായത് നമ്മൾ കാണിക്കുന്ന ഈ കാപട്യം സ്നേഹമൊന്നും അല്ലായിരുന്നു ആ സഹാബാക്കൾക്ക് ഉണ്ടായത്. അങ്ങേയറ്റം അവർ ഇഷ്ടപ്പെട്ടതായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമെ. അപ്പം കാരണം എത്ര ഇഷ്ടം എന്ന് വിചാരിച്ചാല് യുദ്ധത്തില് ത്വൽഹ റളിയല്ലാഹു അൻഹു ഒക്കെ ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നടുക്കുണ്ടാവും, ചുറ്റും ഇങ്ങനെ സഹാബാക്കൾ നിൽക്കും. എന്നിട്ട് ഒരു നിമിഷത്തേക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ എത്തി നോക്കി എന്താ സംഭവിക്കുന്നത് നോക്കിയപ്പം ത്വൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നെഹ്റ ദൂന നെഹ്റക്, നെഹ്റ ദൂന നെഹ്റക്, എന്റെ കഴുത്ത്, റസൂലിന്റെ കഴുത്തല്ല, എന്റെ കഴുത്ത്, ആ അമ്പ് എന്റെ കഴുത്തിലേക്ക് വന്നോട്ടെ, റസൂലിന്റെ കഴുത്തിലേക്കല്ല വരേണ്ടത്. എത്രത്തോളം എന്ന് വെച്ചാൽ ആ സഹാബാക്കള് പറയും, നമ്മുടെ ഉമ്മനും ഉപ്പാനും ഒക്കെ നിനക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാം, പക്ഷെ നീയല്ല യാ റസൂലുള്ള. അപ്പൊ അത്രത്തോളം അവർ റെഡി ആയിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണ്ടിയിട്ട് എന്തും കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം അവരുടെ സ്നേഹത്തിൽ വെച്ച് നോക്കുമ്പോൾ നമ്മൾ കാണിക്കുന്നത് പകുതിയും എന്താ പറയാ, കാപട്യൊന്നും പറയാമെങ്കിൽ അതിലും മേലാന്ന് വേണമെങ്കിൽ പറയാം. അവരുടെ സ്നേഹത്തിൽ നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാനേ കഴിയൂല. അപ്പം ജസ്റ്റ് ആലോചിച്ച് നോക്കുക, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുന്നതാണ്, നീ ഇനി യമനിലേക്ക് പോയി തിരിച്ചു വരുമ്പോ നീ എന്നെ കാണൂല, നീ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഞാൻ ഖബറിലായിരിക്കും ഉണ്ടാവുക. ആ സമയത്ത് മുആദ് പൊട്ടിക്കരഞ്ഞെന്നാ പറയുന്നത്. മുആദ് അങ്ങേയറ്റം കരഞ്ഞു. പക്ഷെ സഹാബാക്കളുടെ ഇഖ്ലാസ് നോക്കണേ. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുണ്ട്, ഞാൻ പോകും യമനിലേക്ക്, കാരണം എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഓർഡർ ആണത്. അവിടെ മുആദ് റളിയല്ലാഹു അൻഹു എന്ത് പറഞ്ഞില്ല, ഇനി എനിക്ക് കാണാൻ പറ്റൂല റസൂൽ, എന്നാ ഞാൻ പോന്നില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ മെല്ലനെ പോയിക്കോളാം, ഞാൻ ദീനിന്റെ കാര്യത്തിൽ അതൊക്കെ പിന്നെ ഞാൻ റസൂലിന്റെ കൂടെ ഇങ്ങനെ നിന്നോളാം. അങ്ങനല്ല പറഞ്ഞത്. അവർ സ്നേഹം കാണിച്ചത് എങ്ങനെയാന്ന് വിചാരിച്ചാല്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതല്ലേ എന്നോട് പോവാൻ വേണ്ടിയിട്ട്, ഞാൻ പോകും, ശരിയാ, തിരിച്ചു വരുമ്പോ ഞാൻ കാണൂല, പക്ഷെ എന്റെ റസൂല് പറഞ്ഞതല്ലേ ഞാൻ ചെയ്യും. ഇതായിരുന്നു അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ. അങ്ങനെ മുആദ് റളിയല്ലാഹു അൻഹു പോകുന്നതാണ്. അവർ ഇതായിരുന്നു ഉമ്മത്തുകൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫസ്റ്റ് കൊടുത്ത സൈൻ എന്ന് പറയുന്നത്. അതായത് ഞാൻ പോന്നാണെന്നുള്ള ഫസ്റ്റത്തെ സൈന് കൊടുത്തത് ഇതാണെന്ന് പറയുന്നത്. അങ്ങനെ ഷവ്വാൽ ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ദുൽഖഅദ എത്തിയപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആൾക്കാർക്ക് എന്റെ മെസ്സേജ് എത്തിക്കുക, അതായത് ഞാൻ ഈ വർഷം ഹജ്ജിന് പോകുന്നുള്ള ആ ഒരു മെസ്സേജ് എത്തിക്കുക എന്ന് പറഞ്ഞു. മനസ്സിലാക്കുക, ഒരുപാട് ആൾക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാതെ ഇസ്ലാം സ്വീകരിച്ച ഒരുപാട് ആൾക്കാർ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് വേറെ കുറെ നാട്ടിൽ ഇങ്ങനെ അറിഞ്ഞ് വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച കുറെ ആൾക്കാർ ഉണ്ടായിരുന്നു. അവർ ആരും ഇന്നേ വരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഈ ഹജ്ജിന് പോണം എന്നുള്ള ആ ഒരു ഇത് മെസ്സേജ് വന്നപ്പം എല്ലാവർക്കും ഉള്ള ഒരു അവസരമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുക എന്നുള്ളത്. സഹാബാക്കള് പറയുന്നുണ്ട്, നമ്മുടെ കണ്ണിന് അത്രയും ആൾക്കാർ ആ ഒരു ഹജ്ജിന് വന്നിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഹജ്ജിലേക്ക് ഇറങ്ങി അവിടെ എത്തിയപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവരും വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ജനങ്ങളെ, ഞാൻ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും നിങ്ങൾ നോക്കി കാണുക, എന്നിട്ട് അതുപോലെ ചെയ്യുക. കാരണം അടുത്ത പ്രാവശ്യം ഞാൻ ഉണ്ടാവണം എന്നില്ലാലോ, അടുത്ത പ്രാവശ്യം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവൂലാലോ. അത് കേട്ടപ്പോ സഹാബാക്കള് കരഞ്ഞെന്നാ പറഞ്ഞത്. പക്ഷെ ആർക്കും അറിയില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്പൊ അടുത്ത് പോവാൻ പോകുന്നാണെന്നൊന്നും ആർക്കും അറിയില്ല. കാരണം നമ്മളിപ്പം പറയില്ല, ഇനി അടുത്ത പ്രാവശ്യം എന്നെ കണ്ടിട്ടില്ലെങ്കിലോ, ആ ഒരു രീതിയിൽ മാത്രമായിരുന്നു സഹാബാക്കള് വിചാരിച്ചത്. പക്ഷെ എന്നാലും അവിടെ നിന്ന് ഉമർ റളിയല്ലാഹു അൻഹു, അബൂബക്കർ എല്ലാവരും കരഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജൊക്കെ ചെയ്തു. അറഫ ദിവസത്തില് എല്ലാ ആൾക്കാരെയും കൂട്ടി
നമുക്ക് എല്ലാവർക്കും അറിയുന്ന വിടവാങ്ങൽ പ്രസംഗമൊക്കെ പറഞ്ഞു. അറ്റ് ലാസ്റ്റ് ആ വിടവാങ്ങൽ പ്രസംഗത്തിന്റെ ലാസ്റ്റ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, യാ എന്റെ ആൾക്കാരെ, എന്റെ ജനങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കും, എന്നെ പറ്റിയിട്ട് നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എന്താ പറയാ? എന്നെ പറ്റിയിട്ട് എന്തായാലും അള്ളാഹ് എന്തായാലും ചോദിക്കും, എന്താ റസൂൽ ശരിക്കും പറഞ്ഞു തന്നിനോ എന്നുള്ളത് ശരിക്കും ചോദിക്കും, നിങ്ങൾ എന്തുത്തരാ പറയാ? അപ്പം അത്രയും ഉമ്മത്തുകൾ, അതായത് 14,000 കണക്കിന് ആൾക്കാർ ഉണ്ടായി എന്ന് പറയുന്നുണ്ട്. അത്രയും ആൾക്കാർ പറഞ്ഞത്, യാ റസൂലുള്ളാഹ്, റസൂൽ നമുക്ക് മെസ്സേജ് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയും, നമുക്ക് ഉപദേശിച്ച് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയും, നമുക്ക് ഖുർആൻ എത്തിച്ച് തന്നിട്ടുണ്ട് എന്ന് നമ്മൾ പറയും. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആകാശത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്, അല്ലാഹുമ്മ ഫഷ്ഹദ്. യാ അല്ലാഹ് നീ സാക്ഷി നിൽക്കണേ, യാ അല്ലാഹ് നീ സാക്ഷി നിൽക്കണേ, യാ അല്ലാഹ് നീ സാക്ഷി നിൽക്കണേ, ഞാൻ ഇവർക്ക് മെസ്സേജ് എത്തിച്ചു തന്നെന്നുള്ളതിന് സാക്ഷിയായിട്ട് നീ നിൽക്കണേ എന്നുള്ളത്. ആ സമയത്താണ് ജിബ്രീൽ മലക്ക് വരുന്നത്. ഇത് പറയലും ജിബ്രീൽ മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കും കൊണ്ട് വരുന്നുണ്ട്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി തന്നിരിക്കുന്നു, നമ്മുടെ മതം പൂർത്തിയായി തന്നിരിക്കുന്നു, എന്റെ അനുഗ്രഹം നിങ്ങളിൽ നിന്ന് നിറവേറ്റി തന്നിരിക്കുകയും ചെയ്തിരിക്കുന്നു, മതമായ ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് തൃപ്തിപ്പെട്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വാക്കാണ്, വെറുതെ ഒരു വാക്കായിട്ട് കാണരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മതം പൂർത്തിയാക്കി. അങ്ങനെ മൂന്നാമത്തെ ദിവസത്തിൽ യൗമുൻ നഹർ വന്നു, ബലികർമ്മത്തിന്റെ ആ ഒരു ദിവസം വന്നു. ആ ദിവസത്തിലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സെയിം വിടവാങ്ങൽ പ്രസംഗത്തിൽ പറഞ്ഞ അതേപോലെ തന്നെ ഒന്നും കൂടിയും അന്നും പറഞ്ഞു. എന്നിട്ട് അത് കഴിഞ്ഞപാടാണ് സൂറത്തു നസ്ർ ഇറങ്ങുന്നത്. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്ത الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ഈ ഒരു സൂറത്ത് ഇറങ്ങിയപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീലിനോട് പറയുന്നുണ്ട്, ഇത് എന്നോട് എന്റെ റബ്ബ് എന്റെ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നത് പോലെ പറയുന്ന പോലെ ഉണ്ടല്ലോ, അതായത് എന്റെ ആഖിറത്തിന് വേണ്ടി നീ പ്രിപ്പയർ ചെയ്തു എന്ന് പറയുന്ന പോലെ ഉണ്ടല്ലോ എന്ന് ജിബ്രീലിനോട് പറഞ്ഞു. അപ്പൊ ജിബ്രീൽ ആൾക്ക് പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹ് വൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊല, ആഖിറാണ് ബെസ്റ്റ്, ആഖിറാണ് റസൂലിന് ബെറ്റർ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജൊക്കെ കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഹജ്ജിന്റെ മാസം കഴിഞ്ഞ് എന്നിട്ട് മദീനയിലേക്ക് എത്തി. മുഹറം മാസമായി. മുഹറം മാസത്തിൽ ഒന്നുമില്ല, സാധാ പോലെ നോർമൽ ആണ്. അത് കഴിഞ്ഞിട്ട് സഫർ വന്നു. സഫർ മാസത്തിൽ ആദ്യത്തെ 2-3 ആ ഒരു ആഴ്ചയില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹുദ് മലന്റെ അവിടെ ശുഹദാക്കളെ കാണാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഓർഡർ വന്നു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മുഹൈബ എന്ന് പറഞ്ഞ ഒരു സഹാബിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് അള്ളാന്റെ അടുത്ത് നിന്ന് ഓർഡർ ഉണ്ട്, അവിടെ പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാന്നുള്ളത്, നീ എന്റെ കൂടെ വാ എന്ന് പറഞ്ഞു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മുഹൈബിനെയും കൂട്ടിയിട്ട് രാത്രിയുടെ നടുക്കാണ്, അതായത് പാതിരാക്കാണ് ഈ അബൂ മുഹൈബ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു താഴ്മ, ഇതൊക്കെ പഠിക്കണമെങ്കിലല്ലേ, ജസ്റ്റ് ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരിക്കൽ ഞാന് രാത്രി ആയപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിചാരിച്ചത് ഞാൻ ഉറങ്ങിയെന്നാണ്, പക്ഷെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. അപ്പം രാത്രിയുടെ പാതിരാക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റുവൈദൻ എന്നാ പറയുന്നത്, അതായത് മെല്ലണം എന്റെ ഉറക്കം നഷ്ടപ്പെടുത്തണ്ടെന്ന രീതിയിൽ റുവൈദൻ മെല്ലണം എന്താക്കുന്ന ആ ചെരുപ്പിങ്ങനെ എടുക്കുന്നതാണ്. എന്നിട്ട് മെല്ലാണ് എന്താക്കുന്ന ആ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതാണ് പറയുന്നുണ്ട്. അത് ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഞാൻ വിചാരിച്ച് ഞാൻ ഉറങ്ങുന്ന കാരണം ഏതെങ്കിലും ഭാര്യന്റെ അടുത്തേക്ക് പോകുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാനും എന്താക്കി, ഹിജാബ് ഇട്ടിട്ട് ഞാനും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഫോളോ ചെയ്ത്. എന്നിട്ട് ഞാൻ പോയപ്പം ഞാൻ കണ്ടത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർസ്ഥാനത്തിൽ പോയിട്ട് ആ മരിച്ച ആൾക്കാർക്ക് വേണ്ടി ദുആ ചെയ്യുന്നതായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേണമെങ്കിൽ എന്താ ഈ ജീവിക്കുന്ന ആൾക്കാർക്ക് ഇനിയും കുറച്ചും കൂടിയും ഉപദേശിച്ചിട്ടും ഇതാക്കിയിട്ടും ചെയ്യാം. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ആൾക്കാർക്ക് വരെ വേണ്ടിയിട്ട് കുറെ നേരം അവിടെയും സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയും ആ ഒരു സ്വഭാവമായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്നത്. അങ്ങനെ ആ സഫർ മാസത്തില് രാത്രി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ മുഹൈബിനെയും കൂട്ടിയിട്ട് അൽ ബഖയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടുന്ന് ദുആ ചെയ്യുന്നുണ്ട്, അസ്സലാമു അലൈക്കും ഖബറാളികളെ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നിങ്ങൾക്ക് സന്തോഷ വാർത്തയാണ്, കാരണം നിങ്ങൾ ഈ ഖബറിൽ ഉള്ളതാണ് സന്തോഷ വാർത്ത പുറത്തുള്ള ആൾക്കാരേക്കാളും. കാരണം ഇനി എന്റെ ഉമ്മത്തുകൾക്ക്
ഫിത്തിനന്റെ മേലെ ഫിത്തിനയായിട്ട് ഇങ്ങനെ ഓരോന്നും പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്ക് അത് അനുഭവിക്കണ്ടാലോ, നിങ്ങൾ ഖബറിലാണുള്ളത്. പക്ഷെ ഇനിയുള്ള എന്റെ ഉമ്മത്തുകൾ ഒരു ഫിത്തിനക്ക് ശേഷം അടുത്ത ഫിത്തിന, അടുത്ത ഫിത്തിനക്ക് ശേഷം അടുത്ത ഫിത്തിന, ആ ഒരു രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകും എന്ന് പറയുന്നുണ്ട്. അതും പറഞ്ഞിട്ട് ലാസ്റ്റ് പറയുന്നുണ്ട്, ഇനി ലാസ്റ്റ് വരുന്ന ജനത ഏറ്റവും ഭയങ്കര മോശമായ ഒരു ഉമ്മത്തായിരിക്കും എന്ന് പറയുന്നുണ്ട്. അതൊക്കെ പറഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് ഇങ്ങോട്ട് നടന്നു. എന്നിട്ട് അബൂ മുഹൈബ റളിയല്ലാഹു അൻഹുവിനോട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അബൂ മുഹൈബ, അല്ലാഹു റബ്ബുൽ ഇസ്സ എനിക്ക് 2 ചോയ്സ് തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ ഈ ദുനിയാവില് കലാകാലം ഇങ്ങനെ ജീവിച്ചിട്ട് ലാസ്റ്റ് നിനക്ക് സ്വർഗത്തിലേക്ക് കയറാം, അല്ലെങ്കിൽ ഞാനുമായിട്ടുള്ള മീറ്റിങ്ങിന് വരാം, അതായത് റബ്ബുൽ ഇസ്സത്തുമായിട്ടുള്ള മീറ്റിങ്ങിലേക്ക് വരാം എന്നുള്ളത്. അത് കേട്ട പാടനെ അബൂ മുഹൈബ റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ദുനിയാവ് ചൂസ് ചെയ്, നീ ദുനിയാവ് ചൂസ് ചെയ്. കാരണം നിനക്ക് നിന്റെ ഉമ്മത്തിനെ കാണണ്ടേ, നിനക്ക് നിന്റെ ഉമ്മത്തിനെ കണ്ടിട്ട് ഉമ്മത്ത് എങ്ങനെ വളരുന്നത് നോക്കണ്ടേ നിനക്ക്. ഇത് ഞാൻ വായിക്കുന്ന സമയത്ത് ഞാൻ മനസ്സ് തട്ടിട്ട് പറഞ്ഞു പോയത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമയത്ത് അള്ളാനെ കണ്ടുമുട്ടണം എന്ന് ചൂസ് ചെയ്തത് തന്നെയായിരുന്നു നല്ലത്. കാരണം ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടെങ്കിൽ എത്ര വേദനിക്കുമായിരുന്നു നമ്മളെ കണ്ടിട്ട്. നമ്മളെ നടത്തുന്ന കല്യാണം, നമ്മളെ നടത്തുന്ന ഓരോ പാർട്ടികളും ഓരോ ഇതും, നമ്മളെ വേഷങ്ങൾ കണ്ടിട്ട് എത്ര വേദനിക്കുമായിരുന്നു നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാനെ കണ്ടുമുട്ടണം എന്ന് ചൂസ് ചെയ്തതായിരുന്നു ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് കുറെ പറഞ്ഞു, അബൂ മുഹൈബ റളിയല്ലാഹു അൻഹു കുറെ പറഞ്ഞു, യാ റസൂലുള്ളാഹ്, നീ ഇവിടെ നിക്ക് എന്ന് പറഞ്ഞതും ഇല്ല, എനിക്ക് എന്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ ഞാൻ ചൂസ് ചെയ്തു, എനിക്ക് എന്റെ റബ്ബുൽ ഇസ്സത്തുമായിട്ടുള്ള മീറ്റിംഗിലേക്ക് ഞാൻ പോകാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം സെയിം അൽ ബഖയില് ഒരു മയ്യത്ത് പരിപാലനം ഉണ്ടായിരുന്നു. മയ്യത്തൊക്കെ അവിടെ ഇതാക്കി അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങോട്ടേക്ക് വരുമ്പാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഭയങ്കരമായിട്ട് തലവേദന വരുന്നത്. ഭയങ്കര തലവേദന എന്ന് പറഞ്ഞാൽ ഭയങ്കര തലവേദന, ഭയങ്കര പനിയും. പനി എത്രത്തോളം വിചാരിച്ചാല് സഹാബാക്കള് പറയുന്നുണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കെട്ടിയ ടേബൻ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ തലയിൽ കെട്ടുന്ന സാധനം, ആ തുണീന്റെ മേലെ വെച്ചാൽ ആ ചൂട് ആ തുണിക്ക് വരെ അടിക്കുന്നുണ്ട്, അത്രയും ചൂടായിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തലവേദനയും കൊണ്ട് ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കയറുന്നതാണ്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു പറഞ്ഞു, ഹാ എന്ത് തലവേദന. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇല്ല ആയിഷ, നിനക്കല്ല, എനിക്കാ തലവേദന. അപ്പൊ ആയിഷ റളിയല്ലാഹു പറഞ്ഞു, അല്ല, എനിക്കാ തലവേദന എടുക്കുന്നത്. അതങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടാളും കുറച്ച് സംസാരം ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഒരു 11 ദിവസം ഭയങ്കരമായിട്ടുള്ള ഒരു അസുഖങ്ങളും കാര്യങ്ങളായിട്ടായിരുന്നു. പക്ഷെ ആ 11 ദിവസവും ഭയങ്കരമായ തലവേദനയാണ്, സഹിക്കാൻ പറ്റാത്ത തലവേദന, ഭയങ്കരമായിട്ടുള്ള പനി, ഇതൊക്കെ ഉണ്ടായിട്ടും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഡ്യൂട്ടി ചെയ്യാതിരുന്നിട്ടില്ല. നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ നമസ്കാരവും നമസ്കരിച്ചിട്ടുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഉപദേശം കൊടുക്കേണ്ട സമയത്ത് ഉപദേശം കൊടുത്തിരുന്നു, ഭാര്യമാരൊക്കെ കാണേണ്ട സ്ഥലത്ത് കണ്ടിരുന്നു, എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ അസുഖം ഇങ്ങനെ കൂടിക്കൂടി വരുന്ന സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ചോദിക്കും, ഇനി അടുത്തത് ഞാൻ ആരെ വീട്ടില. അപ്പൊ ആ സമയത്ത് എല്ലാവർക്കും മനസ്സിലായി, എന്തോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരാളെ വീട്ടിൽ നിൽക്കണമായിരുന്നു എന്നുള്ളത് മനസ്സിലായി. അപ്പം ഭാര്യമാരെ ചോദിച്ചു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാ നിൽക്കേണ്ടത്? അപ്പം പറഞ്ഞു, നിങ്ങൾ സമ്മതിക്കുവാണെങ്കിൽ ഞാൻ ആയിഷയുടെ വീട്ടിൽ നിൽക്കണമായിരുന്നു. അങ്ങനെ എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. അപ്പം ഫദൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹും അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹും രണ്ടാളും കൂടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തോളിലിട്ടിട്ട് ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയും. തോളിലിട്ടിട്ട് മീൻസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നടക്കാൻ കൂടി പറ്റുന്നില്ല, കാല് അവിടെ കുത്താൻ പറ്റുന്നില്ല, കാലിങ്ങനെ വലിച്ചിട്ടാ പോകുന്നത്, അത്രയും ക്ഷീണിച്ചിട്ടായിരുന്നു ഉണ്ടായത്. എന്നിട്ട് ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്നാ പറയുന്നത്. അങ്ങനെ ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നപാട് ജസ്റ്റ് ആയിഷ റളിയല്ലാഹുവിന്റെ ഫിഖ് ഒക്കെ നമ്മൾ നോക്കണം. ആയിഷ റളിയല്ലാഹു അവിടെ ഇരുന്നിട്ട് മൗഇദാത്തൊക്കെ ഇങ്ങനെ ഓതി കൊടുത്തിട്ട് ആയിഷ റളിയല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലാണ് ഊതി കൊടുക്കുന്നത്. എന്നിട്ട് കാരണം ആയിഷ റളിയല്ലാഹുവിനക്ക് അറിയാം എന്ത്, എന്റെ കൈയിനെക്കാളും ബർക്കത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കയ്യിലാണെന്നുള്ളത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈനെ കൊണ്ട് തന്നെ ആ ബോഡി ഇങ്ങനെ തടവി കൊടുക്കും എന്ന് പറയുന്നുണ്ട്. ഇതിങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ കടന്നുകൊണ്ട് നിൽക്കുന്നതാണ്. അതൊരു ബുധനാഴ്ച വരെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു വ്യാഴാഴ്ച ആയപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എനിക്ക് എന്റെ ഉമ്മത്തികളോട് കുറച്ച് കാര്യങ്ങൾ പറയണമായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് എന്താക്കി, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളൊക്കെ കൂടിയിട്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയി സുബ്ഹ് നമസ്കരിച്ചു, ളുഹർ നമസ്കരിച്ചു, അസ്ർ നമസ്കരിച്ചു, മഗ്രിബ് നമസ്കരിച്ചു. ഇശാന്റെ ടൈം ആയപ്പോൾ ബിലാൽ റളിയല്ലാഹു അൻഹു ബാങ്ക് കൊടുക്കേണ്ട ടൈമായി. എന്നിട്ട് എന്താക്കി,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്റെ മേത്തേക്ക് കുറച്ച് വെള്ളം എടുത്ത് ഒഴിക്കുകയെന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് വെള്ളം എടുത്ത് ഒഴിച്ച് എന്നിട്ട് റസൂൽ സല്ലല്ലാഹു ഇങ്ങനെ എണീച്ച് നിൽക്കും. പിന്നെയും താഴെ ബോധം കെട്ടിട്ട് വീഴും. എന്നിട്ട് പിന്നെയും ബോധം വന്നാല് പിന്നെയും പറയും എന്റെ അടുത്തേക്ക് വെള്ളം എടുത്ത് ഒഴിക്കുക. എന്നിട്ട് വെള്ളം എടുത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ചോദിച്ചു നിസ്കരിച്ചോ, എല്ലാവരും നിസ്കരിച്ചോന്ന് ചോദിച്ചു. അപ്പം എല്ലാവരും പറഞ്ഞു ഇല്ല, റസൂലിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണെന്ന് പറഞ്ഞു. എന്റെ മേത്തേക്ക് വെള്ളം ഒഴിക്കുക, എന്നിട്ട് വെള്ളം പിന്നെയും ഒഴിക്കും, എന്നിട്ട് പിന്നെയും എഴുന്നേക്കും, പിന്നെയും ബോധം കെട്ട് താഴേക്ക് വീഴും. അതിങ്ങനെ നടന്നുകൊണ്ടിരുന്ന പിന്നെയും ബോധം വന്നപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അബൂബക്കറിനോട് പറയും ആ നമസ്കാരം കണ്ടിന്യൂ ചെയ്യാന് അബൂബക്കറിനോട് പറയാന്ന് പറഞ്ഞു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അവിടെ ഫസ്റ്റ് ആയിട്ട് എന്താക്കുന്ന നമസ്കാരം ലീഡ് ചെയ്യാൻ പോകുന്നതാണ്. അങ്ങനെ അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 5 ദിവസത്തിന്റെ മുമ്പ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 7 ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് 7 പല സ്ഥലത്ത് നിന്ന് 7 കിണറിന്റെ അടുത്തുനിന്ന് വെള്ളം എടുത്തിട്ട് എന്റെ മേത്തേക്ക് ഒഴുക്കിന്ന് പറഞ്ഞു. അങ്ങനെ സഹാബാക്കളൊക്കെ കൂടിയിട്ട് ഓരോരോ 7 സ്ഥലത്ത് നിന്ന് 7 കിണറിന് എന്താക്കി വെള്ളം എടുത്തിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേത്തേക്ക് ഒഴിച്ചു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കുന്നതാണ്, തലയിൽ ഇങ്ങനെ തുണിയൊക്കെ ടൈറ്റ് ആയിട്ട് കെട്ടുന്നതാണ്. ഇതൊക്കെ നിങ്ങൾ ഫീൽ ചെയ്യണേ ആ ഒരു സീനൊക്കെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടിയിട്ട് പറയുന്നതാണ് എന്നെ ആ പള്ളിയിലേക്ക് കൊണ്ടോ, കാരണം എനിക്ക് എന്റെ ഉമ്മത്തികളോട് കുറച്ച് കാര്യം പറയാനുണ്ട് എന്നുള്ളത്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ മിമ്പറിൽ ഇരുത്തി. റോജി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് ആയിട്ട് അവിടെ മിമ്പറിൽ ഇരുന്നതാണ്. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തികളോട് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മളോടും കൂടിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞത്. ലഅനല്ലാഹുൽ യഹൂദ വന്നസാറ ഇത്തഖദു ഖുബൂറൻ അംബിയാ മസ്ജിദ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചിരിക്കുന്നു ജൂതന്മാരെയും ക്രിസ്ത്യന്മാരെയും. കാരണം അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബർ ഒരു ഇബാദത്താക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ലാ തത്തഖിദു ഖബറൻ വയസ്സാ തഅബുദു. എന്റെ ഖബർ നിങ്ങൾ എന്താക്കാൻ പാടില്ല, ഒരു ഇബാദത്താക്കിയിട്ട് മാറ്റാൻ പാടില്ല, ഒരു ഇബാദത്ത് ചെയ്യുന്ന ഒരു ഖബർ സ്ഥാനമാക്കിയിട്ട് മാറ്റാൻ പാടില്ല. യാ മുസ്ലിം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ഇത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആഗ്രഹമാണ് നമ്മോട് ലാസ്റ്റ് ആയിട്ട് പറഞ്ഞു. ഇവിടെ നമ്മുടെ നാട്ടിൽ എത്ര മക്കാമുകളുണ്ട്, എത്ര ആൾക്കാർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിനെ ഒരു ഭയങ്കര ഒരു ഇബാദത്താക്കിയിട്ട് കാണുന്നുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ലാസ്റ്റ് പറഞ്ഞ കാര്യം നിങ്ങൾ അത് ചെയ്യല്ലേ. രണ്ടാമത് പറഞ്ഞ കാര്യം എന്താന്ന് വെച്ചാല് മൻകുഞ്ച, ആരെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇതാ എന്റെ ഇത് ഇവിടെ, ഇപ്പൊ നിങ്ങൾ എനിക്ക് ഇവിടെ അടിച്ചോ. ആരെങ്കിലും ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇവിടെ ഉണ്ട്, എന്നോട് പറഞ്ഞോ. ആരെങ്കിലും അടുത്തുനിന്ന് ഞാൻ എന്തെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്നോട് ചോദിക്കണേ, കാരണം റബ്ബിന്റെ കോടതിയിൽ നിങ്ങൾ എന്റെ അടുത്ത് പരാതിയും പറഞ്ഞു വരല്ലേ. അവസാനായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ്. അപ്പൊ ആ സമയത്താണ് ഇശാന്റെ ടൈം ആകുന്നത്. ഇശാ നമസ്കരിച്ചു കഴിഞ്ഞപ്പം പിന്നെയും എന്താക്കുന്നതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ ഇരുന്നിട്ട് പിന്നെയും സെയിം ഇതന്നെ പറയുന്നതാണ്. ആരെങ്കിലും ഞാൻ അടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഇതാ ഇവിടെ, ആരെങ്കിലും ഞാൻ എന്തെങ്കിലും പൈസ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ഇത് എന്നോട് ഇന്ന് ചോദിക്കും. ആരെങ്കിലും അഭിമാനത്തിന് ഞാൻ എന്തെങ്കിലും പ്രശ്നമാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് എവിടെ ഉണ്ട്, എന്നെ എന്താന്ന് ചോദിച്ചാൽ നിങ്ങൾ ആക്കിക്കോ. ആ സമയത്താണ് ഒരാൾ എഴുന്നേറ്റ് എന്നിട്ട് പറയുന്നത് യാ റസൂലുള്ള എനിക്ക് 3 ദിനാർ തരാനുണ്ടായിരുന്നു എന്നുള്ളത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ആ 3 ദിനാർ വേഗം കൊടുത്ത് വിട്ട്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഫാമിലി ആ 3 ദിനാർ കൊടുത്തു. എന്നിട്ട് ലാസ്റ്റ് ആയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സ ഒരടിമക്ക് 2 ചോയ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ദുനിയാവിൽ കാലാകാലം ജീവിക്കണോ അല്ലെങ്കിൽ റബ്ബിനെ മീറ്റ് ചെയ്യണോ എന്നുള്ളത്. അപ്പം ആ അടിമ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചു എന്നുള്ളത്. ആ സമയത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു എന്നാ പറഞ്ഞത്. അവിടെ നിന്ന് എണീച്ചിട്ട് പറഞ്ഞു യാ റസൂലുള്ളാഹ്, നമ്മുടെ ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ നിനക്ക് വേണ്ടിയിട്ട് സാക്രിഫൈസ് തരാം, ഞങ്ങളുടെ വീടുകൾ നിനക്ക് വേണ്ടി സാക്രിഫൈസ് തരാം യാ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു അലാ റിസാലിക യാ അബൂബക്കർ, അലാ റിസാലിക യാ അബൂബക്കർ, അലാ റിസാലിക യാ അബൂബക്കർ. യാ അബൂബക്കർ അവിടെ ഇരിക്കി, യാ അബൂബക്കർ അവിടെ ഇരിക്കി, യാ അബൂബക്കർ അവിടെ ഇരിക്കി. എന്നിട്ട് പറഞ്ഞു എനിക്ക് ആരോടെങ്കിലും കൂടുതൽ അടുപ്പുണ്ടെങ്കിൽ, അതിപ്പം
സമ്പത്തായിക്കോട്ടെ, സുഹൃത്ത് ബന്ധായിക്കോട്ടെ, അത് എനിക്ക് കൂടുതൽ അടുപ്പമുള്ളത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോടാണ്. അള്ളാഹ് അല്ലാണ്ട് വേറെ ആരോടെങ്കിലും എന്നെ സുഹൃത്തായിട്ട് തെരഞ്ഞെടുക്കാൻ പറഞ്ഞില്ലെങ്കിൽ, എന്റെ ഒരു ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് എടുക്കാൻ പറഞ്ഞ ഞാൻ അബൂബക്കറിനെ തെരഞ്ഞെടുക്കുമായിരുന്നു. പക്ഷെ എന്റെ ഏറ്റവും ബെസ്റ്റ് കമ്പനി എന്റെ റബ്ബാണ്. അപ്പൊ ആ സമയത്ത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇങ്ങനെ അതിശയപ്പെട്ട് നോക്കും, ഇതെന്തിനാ അബൂബക്കർ തന്നെ ഇങ്ങനെ കരയുന്നത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജസ്റ്റ് അവര് അടിമാന്നല്ലേ പറഞ്ഞോളൂ, റസൂലാന്ന് പറഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ. പക്ഷെ അത് കുറെ കഴിഞ്ഞപ്പോഴാണ് ഇത്രയും ആൾക്കാർക്ക് മനസ്സിലായത് എന്തിനാണ് അബൂബക്കർ കരഞ്ഞെന്നുള്ളത്. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നതിന്റെ 2 ദിവസം, അതായത് ശനിയാഴ്ച, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറച്ചൊരു എനർജി ഒക്കെ വന്നു, ഒരു ആശ്വാസമായി. നിസ്കരിക്കാൻ വേണ്ടിട്ടൊക്കെ നിൽക്കാനെല്ലാം ഒരു സെറ്റ് പോലെ ആ ഒരു സമയത്ത് കുറച്ചൊരു എനർജി എല്ലാം വന്നു. അങ്ങനെ എല്ലാവരും ളുഹർ നമസ്കാരത്തിന് വേണ്ടിയിട്ട് കുറെ ആൾക്കാർ പള്ളിയിലേക്ക് വന്നു ളുഹർ നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. ഭയങ്കര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര സന്തോഷം. കാരണം ആ പള്ളി മൊത്തമായിട്ട് നിറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരെ കൊണ്ട് നമസ്കരിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു കുറച്ച് എനർജി ഒക്കെ കിട്ടിയതല്ലേ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എനിക്ക് പള്ളിയിൽ പോയിട്ട് നമസ്കരിക്കണം എന്ന് പറഞ്ഞപ്പം എല്ലാവരും നമസ്കരിക്കുന്നതായിരുന്നു. ആ സമയത്ത് കുറച്ച് സഹാബാക്കൾ വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. അപ്പൊ എല്ലാവർക്കും അതൊന്ന് ഫീലായി, ഭയങ്കര ഫീലായി. എത്ര ദിവസം കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്നത്. അപ്പൊ അത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ് ഇമാമായിട്ട് നിന്നത്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ മനസ്സിലായി ഇങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നുണ്ട് എന്നുള്ളത്. അപ്പം അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താക്കി, മെല്ലണ ബാക്കോട്ടേക്ക് നിന്നു. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി, അബൂബക്കർ റളിയല്ലാഹുവിന്റെ ബാക്കിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു കണ്ടിന്യൂ ചെയ്യുന്ന പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ എന്താക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് ഇരുന്നിട്ട് നമസ്കരിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാറ്റർഡേ പോയി. ജസ്റ്റ് 1 മിനിറ്റ്. അപ്പം ശനിയാഴ്ച അതങ്ങനെ പോയി. ഞായറാഴ്ച ആയപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കി, എല്ലാ അടിമകളെയും റിലീസ് ചെയ്തു, മോചിപ്പിച്ചു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ ഒരു 7 ദിനാർ ഉണ്ടായിരുന്നു. വീട്ടിന്റെ ഉള്ളിൽ ഒരു 7 ദിനാർ ഉണ്ടായിരുന്നു. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, യാ ആയിഷ, 7 ദിനാർ നീ സ്വതക്കയായിട്ട് നൽകുക എന്ന് പറഞ്ഞു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും ക്ഷീണമായിട്ട് ബോധമില്ലാതെ പിന്നെയും പോയി. എന്നിട്ട് ബോധം തിരിച്ചു വന്നപ്പം പിന്നെയും ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, യാ ആയിഷ, ആ 7 ദിനാർ നീ സ്വതക്കയായിട്ട് നൽകിയോ? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, ഈ തിരക്കിലായിപ്പോയി, ഇങ്ങനെ ഈ സുഖില്ലാത്തതിന്റെ തിരക്കിലായിപ്പോയി. അപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, 7 ദിനാർ നീ സ്വതക്കയായിട്ട് നൽകുക എന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെയും ബോധമില്ലാത്തതിൽ പോയി. എന്നിട്ട് പിന്നെയും ബോധം വന്നപ്പം ആയിഷ റളിയല്ലാഹു അൻഹയോട് പിന്നെയും ചോദിച്ചു, യാ ആയിഷ, നീ ആ 7 ദിനാർ സ്വതക്കയായിട്ട് നൽകിയോ? അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹ ഇല്ല 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 ഇപ്പൊ നൽകാന്നുള്ള ആ ഒരു ഇതിൽ പിന്നെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ ആയിഷ, നീ അത് വേഗം നൽകുക എന്നിട്ട് പിന്നെയും ബോധം ഇല്ലാതെ പോയി. പിന്നെയും ബോധം വന്നപ്പം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ ആയിഷ, നീ ആ 7 ദിനാർ നൽകിയോ? ഞാൻ എങ്ങനെയാ റബ്ബിനെ മീറ്റ് ചെയ്യാ എന്റെ വീട്ടിൽ ഒരു 7 ദിനാർ വെച്ചിട്ട്? എന്റെ വീട്ടില് 7 ദിനാറും കൊണ്ട് ഞാൻ എങ്ങനെയാ എന്റെ റബ്ബിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിട്ട് പോവുക? യാ ആയിഷ, നീ അത് 7 ദിനാർ സ്വതക്കയായിട്ട് നൽകുക. അത് കേട്ട പാടനെ ആയിഷ റളിയല്ലാഹു അൻഹ എന്താക്കി, വേഗം അത് 7 ദിനാർ സ്വതക്കയായിട്ട് കൊടുത്തു. എത്രത്തോളം വിചാരിച്ചാല് രാത്രി അവർക്ക് തീ കത്തിക്കാൻ വേണ്ടിട്ട്, അതായത് വിളക്ക് കത്തിക്കാൻ വേണ്ടിട്ട് അതിനുള്ള പൈസ വരെ ഉണ്ടായിട്ടില്ല. അവർ തൊട്ടപ്പുറത്തെ വീട്ടിൽ നിന്ന് കടം വാങ്ങുക ചെയ്തതെന്നാ പറഞ്ഞത്. അങ്ങനെ തിങ്കളാഴ്ച രാവിലെ പള്ളിയൊക്കെ ഫുള്ള് നിറഞ്ഞിരിക്കുന്നതാണ്. സുബഹിനെയൊക്കെ എല്ലാവരും നിറഞ്ഞിരിക്കുന്നതാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലാണുള്ളത്. ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിന്റെ ആ കർട്ടൺ ഇങ്ങനെ മാറ്റിയാൽ ആ പള്ളിയിലെ ആൾക്കാരെ കാണാൻ പറ്റും, അത്രയും അടുത്താണല്ലോ. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കുറച്ചൊരു ആശ്വാസമല്ലേ, കുറച്ച് പിന്നെയും ഒരു എനർജിയും പിന്നെയും ഒരു ഇതൊക്കെയായി. അങ്ങനെ എല്ലാവരും പള്ളിയിലേക്ക് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ഇരുന്നിട്ട് ജസ്റ്റ് ആ കർട്ടൺ ഇങ്ങനെ മെല്ലെ ഒന്ന് മാറ്റി. അപ്പം എല്ലാവരും നിസ്കാരത്തിന്റെ ഇതിലായിരുന്നു. അപ്പൊ സഹാബാക്കള് പറയുന്നത് എന്താന്ന് വിചാരിച്ചാല്, വേറെ തന്നെ ഒരു സ്റ്റൈലായിരുന്നു എന്നുള്ളത്.
സഹാബാക്കള് പറയുന്നത് എന്താന്ന് വെച്ചാല് വേറെ തന്നെ ഒരു സ്റ്റൈലാണ് ആ ഒരു മുഖത്ത് കണ്ടത്. അത് അവരുടെ നിസ്കാരം ചെറുങ്ങനെ തെറ്റിപ്പോയതാ പറഞ്ഞത്. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർട്ടൻ ഇങ്ങനെ ചെറുങ്ങനെ ഒന്ന് നീക്കി നോക്കിയപ്പം ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ചിരി ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ, കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തുകളൊക്കെ അവിടെ നിന്നിട്ട് നമസ്കരിക്കുന്നായിരുന്നു. ആ ചിരി ഇങ്ങനെ ചിരിച്ചപ്പം പിന്നീട് സഹാബാക്കള് പറയുന്ന അറിയില്ലായിരുന്നു അത് ലാസ്റ്റത്തെ ചിരിയായിരുന്നു എന്നുള്ളത്, നമ്മളോടുള്ള ലാസ്റ്റത്തെ ചിരിയായിരുന്നു എന്നുള്ളത് അറിയില്ലായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കണ്ടിന്യൂ ചെയ്തു, നിസ്കാരം കണ്ടിന്യൂ ചെയ്യുന്നു പറഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കർട്ടൻ ഇങ്ങോട്ടേക്ക് നീക്കി എന്നാ പറയുന്നത്. എന്നിട്ട് നമസ്കാരം കഴിഞ്ഞപ്പം എല്ലാവരും ആയിഷ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് വന്നിട്ട് എല്ലാവരും പറഞ്ഞു, അബൂബക്കർ റളിയല്ലാഹു ഉമർ എല്ലാവരും വന്നിട്ട് പറഞ്ഞു, യാ റസൂലുള്ള ഇപ്പം കുറച്ചൊരു ആശ്വാസം കാണുന്നുണ്ടല്ലോ, കുറച്ചൊരു എനർജി കാണുന്നുണ്ടല്ലോ റസൂലുള്ള. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇന്ന് എനിക്ക് കുറച്ചൊരു ഉഷാറുണ്ട്, അൽഹംദുലില്ലാ ഹൈറാണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ എല്ലാവരും പറഞ്ഞു നമ്മൾ അവിടെ പോട്ടെ, എനിക്ക് അവിടെ പണിയുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഓരോരോ സ്ഥലത്തേക്ക് യാത്രയായി. അങ്ങനെ ആയിഷ റളിയല്ലാഹു പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ റളിയല്ലാഹുവിന്റെ മാറിടത്തിൽ അവിടെ ഇങ്ങനെ കിടക്കുന്നായിരുന്നു, തല ഇങ്ങനെ ആ ചെസ്റ്റിന്റെ അവിടെ ഇങ്ങനെ വെക്കുന്നായിരുന്നു. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മേലേക്ക് നോക്കി എന്നാ പറഞ്ഞത്. മേലേക്ക് നോക്കിയിട്ട് പറഞ്ഞു അല്ലാഹുമ്മ റഫീഖുൽ അലാ, അല്ലാഹുമ്മ റഫീഖുൽ അലാ, അല്ലാഹുമ്മ റഫീഖുൽ അലാ. ഇത് പറയുന്ന കേട്ടപ്പം ആയിഷ റളിയല്ലാഹു പറഞ്ഞ എന്താന്ന് വിചാരിച്ചാൽ എനിക്ക് ഓർമ്മ ഉണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് ഒരിക്കൽ പറഞ്ഞത് എല്ലാ നബിമാർക്കും രണ്ട് ചോയ്സ് ഉണ്ടാവും, അതായത് ദുനിയാവിൽ നിൽക്കണോ അല്ലെങ്കിൽ അള്ളാനെ മീറ്റ് ചെയ്യണോ എന്നുള്ളത്. അള്ളാനെ മീറ്റ് ചെയ്യാനാണെങ്കിൽ അള്ളാഹുമ്മ റഫീഖുൽ അല എന്ന് പറയും എന്നുള്ളത്. അപ്പം ആയിഷ റളിയല്ലാഹുവിന് വേണ്ടി ഇതൊക്കെ ശരിക്കൊന്ന് ഫീൽ ചെയ്യണേ. ആയിഷ റളിയല്ലാഹുവിന്റെ ചെസ്റ്റില് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തലവെച്ച് കിടക്കുന്ന മേലെ നോക്കിയിട്ട് പറയുന്ന അള്ളാഹുമ്മ റഫീഖുൽ അല. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു പറഞ്ഞത് എനിക്ക് മനസ്സിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തീരുമാനിച്ചു പോവാൻ വേണ്ടിയിട്ട് എന്നുള്ളത്. അപ്പൊ ഇത്രയും ആ ഒരു ഭയങ്കര പനിയാന്ന് പറഞ്ഞല്ലോ, ആ ഭയങ്കര പനിയില് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൈഡില് ഒരു ബൗളില് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇടക്കിടക്ക് ഈ വെള്ളം ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ വെച്ചിട്ട് നെറ്റിന്റെ അവിടെ ഇങ്ങനെ തടവും. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നല്ലാഹ് മൗത്ത് സക്രാത്ത്. ഈ മരണം ഭയങ്കര വേദനയാണ്, ഭയങ്കര വേദനയാണ് ഈ മരണം എന്നുള്ളത്. ഈ സമയത്താണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ എന്താക്കുന്നത്, അവിടത്തേക്ക് കയറി വരുന്നത്. അപ്പൊ ഫാത്തിമ റളിയല്ലാഹു അൻഹുവിനെ കണ്ടപാട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് വിളിച്ചു. എന്നിട്ട് ചെവിയിൽ പറഞ്ഞു, ഒരു കാര്യം പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു അൻഹു കരഞ്ഞു. രണ്ടാമതും ചെവിയിൽ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞപ്പോ ചിരിച്ചു. കുറച്ചു കഴിഞ്ഞ് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട് എന്താ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ആദ്യം പറഞ്ഞത് ജിബ്രീൽ മലക്ക് എന്നോട് ഇപ്രാവശ്യം 2 പ്രാവശ്യമാണ് ഖുർആനെ ഓതിപ്പിച്ചത്, അതിന്റെ അർത്ഥം എനിക്ക് ടൈം ആയി എന്നുള്ളതാണ്. അത് കേട്ടപ്പോ ഞാൻ കരഞ്ഞു. രണ്ടാമത് പറഞ്ഞത് നീ പേടിക്കണ്ട, ഞാൻ പോയി കഴിഞ്ഞാൽ എന്റെ ഫാമിലിയിൽ ഫസ്റ്റ് നീയാണ് ഞാനുമായിട്ട് കണ്ടുമുട്ടാൻ വേണ്ടി വരിക. അതുപോലെ തന്നെ നിനക്ക് ഭയങ്കര തൃപ്തി ഉണ്ടാവൂലേ സ്വർഗത്തിലെ സത്യവിശ്വാസിനികളുടെ സ്ത്രീകളുടെ ക്യൂനായിട്ട് നിൽക്കാൻ രാജ്ഞിയായിട്ട് നീയാണ് ഉണ്ടാവുക. അത് പറഞ്ഞപ്പോ ഫാത്തിമ റളിയല്ലാഹു ചിരിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിട്ട്, സ്വന്തം ഉപ്പാനെ കണ്ടിട്ട് പറയുന്നത് എന്തൊരു പ്രശ്നം എന്റെ ഉപ്പാക്ക്, എന്തൊരു ദുരന്തം എന്റെ ഉപ്പാക്കുള്ളത്. ആ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഇല്ല ഫാത്തിമ, നിന്റെ ഉപ്പാക്ക് ഇന്നത്തോടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു, ഇനി ഒരു പ്രശ്നവും ഇല്ല. ഇവിടത്തോടെ നിന്റെ ഉപ്പാന്റെ എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരുന്നതാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അതായത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകന് ഉള്ളിലേക്ക് കയറുന്നത്. എന്നിട്ട് അദ്ദേഹത്തിന്റെ പോക്കറ്റിന്റെ ഉള്ളിൽ സിവാക്ക് ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സിവാക്ക് ചെയ്യാൻ, ഭയങ്കര ക്ലീൻ ആയിട്ട് നിൽക്കുക എന്നുള്ളത് റസൂൽ സല്ലല്ലാഹു ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പം ആയിഷ റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇതിനായിരിക്കും എന്നുള്ളത്. അപ്പൊ ആയിഷ റളിയല്ലാഹു അൻഹു പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സിവാക്ക് ചെയ്യണോന്ന് പറഞ്ഞു. ആന്ന് പറഞ്ഞപ്പം ആയിഷ റളിയല്ലാഹു അൻഹു അത് കടിച്ച് സോഫ്റ്റ് ആക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പല്ല് ക്ലീൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെയും കൈ ആ വെള്ളത്തിൽ മുക്കിയിട്ട് പിന്നെയും നെറ്റിന്റെ അവിടെ ഇങ്ങനെ ആക്കിയിട്ട് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്ത് സക്രാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്ത് സക്രാത്ത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇന്നലിൽ മൗത്ത് സക്രാത്ത്. ഈ മരണത്തിന് വേദനയാണ്, ഭയങ്കര വേദനയാണെന്ന് പറഞ്ഞു. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സിവാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഈ വെള്ളം ഈ നെറ്റിന്റെ അവിടെ ഇങ്ങനെ ഇതാക്കി, ഈ നെറ്റിന്റെ അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ വെച്ചു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിന്റെ അവിടെ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കലും പിന്നെ മേലോട്ടേക്ക് നോക്കുന്നുണ്ട്, എന്നിട്ട് കൈ താഴേക്ക് ഇങ്ങനെ വീണെന്നാ പറഞ്ഞത്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ മനസ്സിലായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി എന്നുള്ളത്. കരയാൻ വേണ്ടി തുടങ്ങി. ആയിഷ റളിയല്ലാഹു അൻഹ ഹൃദയം പൊട്ടി. ഭാര്യമാരൊക്കെ ഉണ്ട്, ഹൃദയം പൊട്ടി കരയാൻ വേണ്ടി തുടങ്ങി. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു അബൂബക്കർ റളിയല്ലാഹു അൻഹു വിവരം അറിയിക്കും. ഹഫ്സ റളിയല്ലാഹു അൻഹ പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിവരം അറിയിക്കും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി, ഇവിടുന്ന് പോയി എന്നുള്ളത്. ആ സമയത്ത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നെഞ്ചിന്റെ അവിടെ കൈവച്ചിട്ടുണ്ടായിരുന്നു. കാരണം പനി ഭയങ്കര ചൂടായോണ്ട് ഇടയ്ക്ക് ഇങ്ങനെ കൈവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയ സമയത്ത് ആ ഒരു റൂം നിറച്ചും ഭയങ്കരമായ ഒരു മണം ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഈവൻ ഉമ്മു സൽമ റളിയല്ലാഹു അൻഹ പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു കഴിഞ്ഞ് എത്രയോ വെള്ളിയാഴ്ചകൾ കഴിഞ്ഞു, എത്രയോ ഭക്ഷണം ഞാൻ കഴിച്ചു, എന്നിട്ട് ഞാൻ കൈ കഴുകി, എന്നിട്ടും എന്റെ കയ്യിലുണ്ടായ ആ മണം ഇന്നേ വരെ പോയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു സുന്നത്താണ്. അതായത് ഏറ്റവും നല്ലൊരു അടിമ അള്ളാന്റെ അടുത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ റൂഹ് ഒതിയുന്നത് ഏറ്റവും നല്ല മണത്തോടു കൂടിയായിരിക്കും എന്നുള്ളത്. അങ്ങനെ ആയിഷ അബൂബക്കർ റളിയല്ലാഹു വിളിക്കാൻ വേണ്ടിട്ട് അയച്ചു. ഹഫ്സ റളിയല്ലാഹുവിന്റെ ഉപ്പാന് ഉമർ റളിയല്ലാഹുവിനെ വിളിക്കാൻ വേണ്ടിട്ട് അയച്ചു. ഫസ്റ്റ് ആ വീട്ടിലേക്ക് കയറി വരുന്നത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മരണം അയച്ചു എന്ന് പറഞ്ഞപ്പം ഫസ്റ്റ് ആ വീട്ടിലേക്ക് കയറി വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹു ആയിരുന്നു. പക്ഷെ ആയിഷ റളിയല്ലാഹുവിന്റെ വീടാണല്ലോ, ആയിഷ റളിയല്ലാഹുവിന്റെ വീട് ഇങ്ങനെ ഡോർ ഇങ്ങനെ മുട്ടി. എന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹയോട് സമ്മതം ചോദിച്ചു ഉള്ളിൽ കയറട്ടെ എന്നുള്ളത്. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആണല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹു ആയിട്ട് അന്യപുരുഷനാണ്. ഈ സമയത്തൊക്കെ ശരിക്കും നമ്മള് ഇവിടെ ഇതിങ്ങനെ വെറുതെ കേട്ട് പോകരുത്, ശരിക്കും അവരുടെ ആ ഒരു ഈമാന്റെ ലെവല് നോക്കണം. ആയിഷ റളിയല്ലാഹുവിന്റെ നെന്നിൽ കിടന്നിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോകുന്നത്. അവിടെ പോയി എന്നറിയാം. ഉമർ റളിയല്ലാഹു അൻഹു കേറാൻ വേണ്ടി പെർമിഷൻ ചോദിക്കുന്നുണ്ട്, ആയിഷ റളിയല്ലാഹു അൻഹു സമ്മതം കൊടുക്കുന്നുണ്ട്. അതിന്റെ മുന്നായിട്ട് ആയിഷ റളിയല്ലാഹു അൻഹു മൊത്തമായ ഹിജാബ് ഇടുന്നതാണ്, ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടാണ് സമ്മതം കൊടുക്കുന്നത് ഉള്ളിലേക്ക് കയറിക്കോ എന്നുള്ളത്. നമ്മളിൽ എത്ര ഇതൊക്കെ പറ്റും? നമ്മുടെ സ്വന്തം ഭർത്താവ് ആരെങ്കിലും മരിച്ചാൽ തന്നെ നമ്മുടെ തലയിൽ തട്ടുണ്ടോ, അല്ലെങ്കിൽ തട്ടം ശരിക്കാണോ ഒട്ടിന്, അതൊന്നും നമ്മൾ നോക്കും. നമ്മളിങ്ങനെ കരഞ്ഞ അവിടെ ഒരു വിധാകും. പക്ഷെ ആയിഷ റളിയല്ലാഹു അൻഹു ഒക്കെയും ചെയ്തെന്താന്ന് വിചാരിച്ചാല് എത്ര വിഷമം ഉണ്ടെങ്കിലും, അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എന്നാ പറഞ്ഞത്. എത്ര വിഷമം ഉണ്ടെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും അത് ദീനിനെ കൂട്ടിയിട്ടാണ് അവർ പോയത്, ദീനിനെ അവിടെ വെച്ചിട്ടല്ല. ദീനിനെ അവിടെ വെച്ചിട്ട് ദുനിയാവ് മാത്രമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഇതാക്കി അങ്ങനെയല്ല അവർ ചെയ്തത്. എന്തുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ അള്ളാനെ മുന്നിൽ കണ്ടിരുന്നു, അള്ളാഹ് ഇതാണ് വേണ്ടതെന്ന് അവർ കണ്ടിരുന്നു. അപ്പം വേഗത്തിൽ എന്താക്കി, ഹിജാബ് ഇട്ടിട്ട് ഫുൾ കവർ ചെയ്തിട്ട് എന്താക്കി, ഉമർ റളിയല്ലാഹു അൻഹുവിന് സമ്മതം കൊടുത്തു. ഉമർ റളിയല്ലാഹുവിന്റെ കൂടെ ഒരു സഹാബിയും കൂടി ഉണ്ടായിരുന്നു, മുഗീറ റളിയല്ലാഹു അൻഹു കൂടി ഉണ്ടായിരുന്നു. എന്നിട്ട് മുഗീറ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു അടുത്തേക്ക് പോകുന്നതാണ്. എന്നിട്ട് പറയുന്നത് ഭയങ്കരമായിട്ട് ബോധമില്ലാതെ കിടക്കുന്നതാണല്ലോ. എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഈ മുഗീറ ഉമർ റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു, യാ ഉമർ, റസൂല് ബോധം കെട്ടതില്ല, പോയി, മരിച്ചു, നമ്മുടെ അടുത്തുനിന്ന് വിട്ടു പോയി റസൂലുള്ളാഹ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര ദേഷ്യത്തില് കദബത്, കളവ് പറയല്ല, നീ ഫിത്നയാണ് പറയുന്നത്, നീ നിന്റെ ഉമ്മത്തിന്റെ ഫിത്നയാണെന്ന് പറഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഭയങ്കര ഇതായിന്നാ പറഞ്ഞത്. അതായത് ഇനി ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അവരുടെ കയ്യും കാലും വെട്ടുമായിരുന്നു എന്ന് അങ്ങനെ ഇതാക്കി പറഞ്ഞു. കാരണം ഉമർ റളിയല്ലാഹു അൻഹു ഇത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പോയി എന്നുള്ളത്. അതായത് ഈ ഒരു ഒച്ചപ്പാടിലും ആ ഒരു ഒച്ചപ്പാടില് റസൂൽ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ വാളിങ്ങനെ എടുത്തിട്ട് ആ മദീനയിൽ ആ പള്ളിയുടെ മുന്നിൽ നിന്നിട്ട് ആരാണ് അങ്ങനെ പറയുന്നത്, അവരെന്നെ വെട്ടും ഇങ്ങനെ ഒച്ചപ്പാടാക്കും. ആൾക്കാർ ഇങ്ങനെ കൂടാൻ തുടങ്ങി, അപ്പുറത്ത് ഇപ്പുറത്തുനിന്നല്ല ആൾക്കാർ ഇങ്ങനെ കൂടി. അപ്പൊ ആ സമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, എന്റെ ജനങ്ങളെ, നിങ്ങളിൽ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നോ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരിക്കലും അള്ളാന്റെ റസൂല് മരിക്കൂല എന്നുള്ളത്? അപ്പം എല്ലാ ആൾക്കാരും പറഞ്ഞു, ഇല്ല, അങ്ങനെ നമ്മൾ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, എന്നാ പിന്നെ ആ ന്യൂസ് ആണ് സത്യം, റസൂല് പോയി എന്നുള്ളത്. ആ സമയത്താണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു വരുന്നത്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തായിരുന്നു ഉണ്ടായത്. അവിടുന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മോളെ വീട്ടിലേക്ക് കയറുന്നതാണ്. എന്നിട്ട് ബാക്കിയുള്ള ഭാര്യമാരൊക്കെ എന്ത് ചെയ്യുന്നതാണ്, ഫുള്ളായിട്ട് കവർ ചെയ്തു. എന്നിട്ട് അടുത്തേക്ക് പോയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ബോഡി അവിടെ ഉണ്ടായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ മുഖത്തുനിന്ന് ആ തുണി ഇങ്ങനെ മാറ്റിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നെറ്റിയിലെ അബൂബക്കർ റളിയല്ലാഹു അൻഹു കിസ് കൊടുത്തിട്ട് പറഞ്ഞു,
വ ഖലീല, എന്റെ എന്റെ പ്രിയ സുഹൃത്തെ. അതായത് പ്രിയ സുഹൃത്ത് എന്ന് പറഞ്ഞാൽ അത്രയധികം ഒരു ബന്ധമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാല്. എന്നിട്ട് പിന്നെയും ആ നെറ്റിന്റെ അവിടെ താഴെ കുനിഞ്ഞ് നിന്നിട്ട് പിന്നെയും നെറ്റിന്റെ അവിടെ കിസ് ചെയ്തിട്ട് പറഞ്ഞു വ സഹീഫ വ റസൂലുള്ളാഹ്, യാ റസൂലുള്ളാഹ്, എന്റെ റസൂലെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആ ഒരു മരണം താങ്കൾ ആസ്വദിച്ചു. ഇനി രണ്ടാമതൊരു മരണം ആസ്വദിക്കൂല. ഖത്താബിന്റെ മകൻ പറയുന്നത് ഒന്നുമല്ല, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് മരണം ആസ്വദിച്ചു. എന്നിട്ട് അവിടെ നിന്ന് പുറത്തേക്ക് വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഈ ഒച്ചപ്പാടാക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒച്ചപ്പാടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ പോയിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അലാ റിസാലിക യാ ഉമർ, അലാ റിസാലിക യാ ഉമർ, അലാ റിസാലിക യാ ഉമർ, ഉമർ നീ അവിടെ ഇരിക്കി, ഉമർ അവിടെ ഇരിക്കി. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു ഇതൊന്നും കേൾക്കുന്നേയില്ല, ഒന്നും തിരിയാത്തൊരു ഇതിലുള്ളത്. അപ്പൊ ആ സമയത്ത് ഉമർ അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താക്കുന്നതാണ്, അവിടെ പള്ളിയിലെ മിമ്പറിൽ കയറിയിട്ട് ഒരു കാര്യം പറയുന്നതാണ്. ആരാണോ മുഹമ്മദിനെ ഇബാദത്ത് ചെയ്തത് അവർ മനസ്സിലാക്കിക്കോ മുഹമ്മദ് മരിച്ചു എന്നുള്ളത്. എന്നാൽ ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇബാദത്ത് ചെയ്തത് അവർ മനസ്സിലാക്കിക്കോ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണെന്നുള്ളത്. എന്നിട്ട് ആ ഒരു ആയത്ത് ഓതുന്നുണ്ട്. അതായത് എല്ലാവരും മരിക്കും, റസൂലും മരിക്കും, നമ്മളും മരിക്കും, എല്ലാവരും മരിക്കും. നിങ്ങൾ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു വാക്കുണ്ടല്ലോ, അതായത് ഇനി നബിമാർ മരിച്ചെന്ന് വിചാരിച്ച് നിങ്ങൾ പിന്നെയും ദീനിൽ നിന്ന് അകന്നു നിൽക്കുകയാണോ ചെയ്യാറെന്നുള്ളത്. അത് കേട്ടപ്പം ഉമർ റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്ന് വാളിങ്ങനെ താഴേക്ക് വീണ് മുട്ട് കുത്തിയിട്ട് അവിടെ നിന്നപ്പം ശരിക്ക് അത് സത്യമാണെന്ന് മനസ്സിലായി. ഈവൻ ഉമർ റളിയല്ലാഹു ചോദിക്കുന്നുണ്ട്, യാ അബൂബക്കർ, ഇത് ഖുർആനിലുണ്ടോ, ഈ ഒരു ആയത്ത് അല്ലാഹു പറഞ്ഞിട്ടുണ്ടോ? അപ്പം അബൂബക്കർ റളിയല്ലാഹു പറയുന്നുണ്ട്, യാ ഇത് പറയുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ ആ ഒരു മൊമെന്റിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹു ബാക്കിയുള്ള ആൾക്കാരോടൊക്കെ പറയുന്നുണ്ട്, ഞാൻ പറയുന്നത് തെറ്റാണ്, എന്നെ നിങ്ങൾ ഫോളോ ചെയ്യല്ലേ, അബൂബക്കർ റളിയല്ലാഹു അൻഹു എന്താണോ പറയുന്നത് അത് നിങ്ങൾ ഫോളോ ചെയ്യാന്നുള്ളത്. നമുക്കൊരിക്കലും ഈ ഒരു ഫീലിംഗ് നമുക്ക് ആലോചിക്കാനും കൂടി പറ്റൂല. കാരണം അവർ കണ്ണോട് കാണും. നമ്മളിപ്പോ ഇങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, അവർ ഈ കണ്ണോട് കാണുന്നതാണ്. അവർ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ ഇല്ല എന്ന് പറയുന്നത്. അതായത് മൊത്തമായിട്ട് ഒരു നാടിന്റെ മൊത്തം ഓരോ ആൾക്കാർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആ റസൂലാണ് പോകുന്നത്. ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്ക്, നമ്മളെ നാട്ടില് ഫുള്ളായിട്ട് എല്ലാവരുടെ വീട്ടിൽ നിന്നും എല്ലാവരുടെ സ്വന്തം മക്കള് മരിച്ച ഒരു ദിവസം എല്ലാവരും മരിച്ചു പോയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഭയങ്കര വിഷമായിരിക്കൂലേ? അപ്പം ആ ഒരു നാട്ടില് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മയ്യത്താണ് കാണുന്നത്. മരിച്ചു എന്നുള്ള ആ ഒരു വിവരം ആ ഒരു മദീന സ്റ്റെക്കായി എന്നാ പറയുന്നത്, ഒന്നും ചെയ്യാൻ കഴിയാതെ. അതായത് അവർക്ക് ഇനി എന്തുണ്ടെങ്കിലും, അവർക്കൊരു ഈദുണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ ഇനി ചെയ്യേണ്ടത്. അവർക്ക് ഇനി ഒരു നമസ്കാരം ഉണ്ടെങ്കിൽ അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനി കാണൂല. എന്തുണ്ടെങ്കിലും, എന്ത് പരിപാടി ഉണ്ടെങ്കിലും, എന്ത് ഒന്നിച്ചിരുന്ന് സംസാരിക്കലാണെങ്കിലും, എന്തുണ്ടെങ്കിലും ഓരോ മൊമെന്റും ആ മദീനയിലെ ഓരോ സ്ഥലത്തും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മകൾ ഉണ്ടാവും. അതൊക്കെ ഇനി അവർ മുന്നോട്ട് ജീവിക്കേണ്ടത് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഒരു ഓർമ്മയിൽ മാത്രമാണ്. അപ്പൊ എത്രത്തോളം അവർ വേദനിച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ പറയുമ്പോൾ തന്നെ നമുക്ക് അങ്ങേയറ്റം വിഷമമുണ്ട്. അപ്പൊ അത് അനുഭവിച്ച ആൾക്കാർ എത്രത്തോളം ആയിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു വേദന ഉണ്ട് അല്ലെ, നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണാൻ പറ്റിയില്ലാലോ, നമുക്ക് ആ സമയത്ത് നിൽക്കാൻ പറ്റിയില്ലാലോ, നമുക്ക് ആ ഒരു അവസരം കിട്ടിയിട്ടില്ലാലോ എന്നുള്ളത്. പക്ഷെ നമുക്ക് ഇനിയൊരു അവസരം ഉണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട്. ഇനി അവിടെ നിന്ന് നമുക്ക് കാണാൻ ഒരു അവസരം ഉണ്ട്. പക്ഷെ അതിന് നമ്മൾ എന്താക്കണം? അങ്ങേയറ്റം ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട്. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നില്ലേ, എനിക്ക് എന്റെ സഹോദരങ്ങളെ കാണണമായിരുന്നു. അപ്പൊ സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അതെന്താ നമ്മളല്ലേ സഹോദരങ്ങള്? അല്ല, നിങ്ങൾ എന്റെ സഹാബാക്കളല്ലേ. എന്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്നെ കാണാതെ ഞാൻ പറയുന്നതൊക്കെയും കേട്ട് ജീവിച്ച ആൾക്കാരാണ്. എന്നെ ഇതുവരെ കാണാതെ എന്നെ വിശ്വസിച്ച ആൾക്കാരാണ്. ഞാൻ പറയുന്നത് എന്താണോ അത് ചെയ്ത ആൾക്കാരാണ് എന്റെ സഹോദരങ്ങള്. അപ്പൊ അതായത് ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നമ്മളെ കാണാൻ എത്ര ഇഷ്ടമുണ്ട് എന്നുള്ളത്. നമ്മൾ ഇവിടെ നിൽക്കുന്ന ഓരോ ആൾക്കാരെയും കാണാൻ വേണ്ടി എത്ര ഇഷ്ടമുണ്ട് എന്നുള്ളത് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ആ ഇഷ്ടമുണ്ടോ?
നമുക്കത് കാണാനുള്ള ആ ഒരു ഫീലിംഗ് ഉണ്ടോ? ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരു ദിവസം ഒരാളിങ്ങനെ ഒരാൾ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. ഓടി വന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കരഞ്ഞോണ്ട് പറയുന്നുണ്ട്, യാ റസൂലുള്ളാഹ്, എനിക്ക് റസൂലിനെ ഇങ്ങനെ എല്ലാ ദിവസവും കണ്ടോണ്ടിരിക്കണം. കാരണം എനിക്ക് കാണാൻ തോന്നുമ്പോ ഒക്കെ ഞാൻ മസ്ജിദിലേക്ക് വരും. അപ്പൊ ഞാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട എനിക്ക് സന്തോഷമാണ്. പക്ഷെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെ കാണുക? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജന്നാത്തിൽ ഫിർദൗസിലല്ലേ ഉണ്ടാവുക. ഞാൻ എവിടെ ഉണ്ടാവുക? ഞാനിപ്പോ സ്വർഗത്ത് പോയാൽ തന്നെ ഞാൻ ഏത് ലെവലിലാണ് ഉണ്ടാവുന്ന എനിക്ക് ഒരു അറിവും ഇല്ലല്ലോ. അപ്പൊ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നീ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അവരുടെ കൂടെ ആയിരിക്കും നീ എന്നുള്ളത്. നമുക്ക് തീരുമാനിക്കാം, നമ്മൾ നമ്മുടെ മക്കളെക്കാളും ഭർത്താവിനെക്കാളും പാരന്റ്സിനെക്കാളും നമ്മൾ ആരെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടേ എന്നുള്ളത്. നമ്മുടെ സ്വന്തം നഫ്സിനെക്കാളും നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിനെങ്കിൽ നമ്മളും ഉണ്ടാവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഇനി എനിക്ക് ശേഷം വരാൻ പോകുന്ന എന്റെ ഉമ്മത്തികൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സഹിക്കേണ്ടി വരും. അവർക്കിനി ജീവിക്കേണ്ടത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടായിരിക്കും. പക്ഷെ ഞാൻ അവരെ വെയിറ്റ് ചെയ്യും. ആ ഹൗദുൽ കൗസറിന്റെ അവിടെ ഞാനൊരു കപ്പും പിടിച്ചിട്ട് വെയിറ്റ് ചെയ്യും അവർക്ക് വേണ്ടിയിട്ട്, എന്റെ കയ്യിൽ നിന്ന് അവർക്ക് എന്നിട്ട് വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ ഇരിക്കും എന്നുള്ളത്, അവിടെ നിൽക്കും എന്നുള്ളത്. പക്ഷെ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ടോ? നമ്മൾ പറയുന്നുണ്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണെന്നുള്ളത്. പക്ഷെ എത്രത്തോളം നമുക്ക് പറയാൻ പറ്റും നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണെന്നുള്ളത്? ജസ്റ്റ് ഞാനൊരു 3 കാര്യം പറഞ്ഞു. ഈ 3 കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടോ? കാരണം ഇത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. നമ്മൾ എന്താ പറയാ, അത് സുന്നത്തല്ലേ, അത് ഇത്ര വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇനിയിപ്പോ സുന്നത്തിന്റെ കാര്യത്തിലായാൽ തന്നെ നമ്മൾ നമസ്കാരത്തിന്റെ സുന്നത്തുകളും നോമ്പിന്റെ സുന്നത്തുകളും ഒക്കെ ചെയ്യും. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്റെ കൂടെ നിൽക്കുന്നത് ഏറ്റവും നല്ല സ്വഭാവമുള്ള ആൾക്കാരാണെന്നുള്ള പറയുന്നുണ്ട്. നമ്മൾ നോമ്പിന്റെയും പുറമെ ചെയ്യുന്ന ഇബാദത്തുകളിൽ നമ്മൾ ഭയങ്കര റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതൊക്കെ ചെയ്യും. പക്ഷെ ഉള്ളില് സ്വയം നമ്മൾ മാറുന്നുണ്ടോ? ഒന്നും വേണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ദേഷ്യം പിടിക്കരുത്. നമ്മളിൽ എത്ര ആൾക്കാർ അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, ദേഷ്യം പിടിക്കാതിരിക്കാൻ? ഇനി ഒന്നും വേണ്ട, വേറെ രണ്ടാമത്തെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്, ആരാണ് അള്ളാഹുലും അന്ത്യനാളിലും വിശ്വസിക്കുന്നത് അവൻ നല്ലത് പറയട്ടെ, അല്ലെ മിണ്ടാതിരുന്നു. നമ്മളിൽ എത്ര ആൾക്കാർ ഇത് കൊണ്ടുവരുന്നുണ്ട്? ഇനി ഒന്നും വേണ്ട, അടുത്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഏറ്റവും ശരിയായ ഒരു ഇസ്ലാം ഉള്ളത്, ശരിയായ ഒരു ഇസ്ലാം ശരിക്കും ഒരു മനുഷ്യന് കിട്ടിയെന്ന് അറിയണമെങ്കിൽ അയാളുടെ സ്വഭാവത്തിൽ എന്തുണ്ടാവും? അവനെ ബാധിക്കാത്ത കാര്യങ്ങൾ അവന് നോക്കൂല. അത് എന്റെ വിഷയം അല്ലെങ്കിൽ അത് മൈൻഡ് ആക്കൂല. പിന്നെ അവൻ ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം. പക്ഷെ ഇത് നമ്മളെ ലൈഫിൽ കൊണ്ടുവരുന്നുണ്ടോ? നമ്മൾ എത്ര ആൾക്കാരെ ചോദിക്കുന്നുണ്ട്, കുട്ടികളില്ലാത്ത ആൾക്കാരോട് എന്തേ കുട്ടികളാവാത്തെ, എന്തേ ഡോക്ടർക്ക് കാണി? അത് നമ്മുടെ വിഷയത്തിലുള്ള കാര്യമാണോ? എത്ര ആൾക്കാർ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഒരു പ്രായത്തിൽ കല്യാണം, ഒരു 20 വയസ്സിൽ ഒരു കുട്ടിക്ക് കല്യാണം ആയില്ല, നമ്മൾ പോയി അതെന്തേ കല്യാണം കഴിപ്പിക്കാത്തെ? അത് നമ്മുടെ വിഷയമാണോ? ഒന്നുമില്ല. ഈവൻ സ്വന്തം ഉമ്മമാർ മക്കളുടെ കാര്യത്തിലായിക്കോട്ടെ, മക്കൾ ഇങ്ങോട്ട് എന്തെങ്കിലും വന്ന് കാര്യം പറയും, വലിയ മക്കളായാലും കാര്യ പറയുന്നത്, മക്കൾ ഇങ്ങോട്ട് എന്തെങ്കിലും വന്ന് പറഞ്ഞില്ലെങ്കിൽ ഓക്കെ ഒന്ന് നടത്തി കൊടുക്കും. ഇല്ലാതെ അങ്ങോട്ട് പോയിട്ട് ഈ എന്താ അങ്ങനെ ആക്കാത്തെ, നിന്റെ ബിസിനസ് എന്താ ഇങ്ങനെ ആക്കാത്തെ? നമ്മുടെ വിഷയത്തിലുള്ള കാര്യേ അല്ല അത്. നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മൾ എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെയിറ്റ് ചെയ്യുന്നുള്ളത്. നമ്മൾ നോക്കുക, നമ്മള് സെമിഅന വജഅന അള്ളയും റസൂലും പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഷൈത്താന് പറഞ്ഞതാണോ? സെമിഅന വജഅന, അതായത് ഷൈത്താന് നമ്മളോട് പറയും, നമ്മൾ പറയും സെമിഅന വജഅന. ഷൈത്താന് പറയുന്നത് ഞാൻ അനുസരിച്ച് ഞാൻ ചെയ്ത്. നമുക്ക് തീരുമാനിക്കാം ആര് പറയുന്നതാണ് കേട്ടിട്ട് അനുസരിക്കേണ്ടത് എന്നുള്ളത്. ഒന്നെങ്കിൽ റസൂലും അള്ളയും റസൂലും പറയുന്നത്, അല്ലെങ്കിൽ പിശാജ് പറയുന്നത്. നമുക്ക് കാരണം നിങ്ങൾ ഇന്ന് അവിടെ ഇരുന്നിട്ട് ഒരു 2 സെക്കൻഡ് എങ്കിലും ആലോചിച്ച് നോക്കുക, ഞാൻ എന്റെ റസൂലിനെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ? കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങേയറ്റം എന്ന് പറഞ്ഞാല് ഒരു റിവായത്തിൽ വരുന്നത്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മത്തിനെ ആലോചിച്ചിട്ട് കരഞ്ഞ് താടിയൊക്കെ നനഞ്ഞിട്ട് ആ കണ്ണുനീര് താഴേക്ക് തട്ടിയിട്ടുണ്ടെന്നാ, ആ തുള്ളി താഴേക്ക് വീണിട്ടുണ്ട് എന്നാ പറയുന്നത്. കാരണം അത്രയും എന്റെ ഉമ്മത്തിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ചിട്ട്. നമുക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണണമെങ്കിൽ വെറുതെ വായ കൊണ്ടുള്ള ഇഷ്ടേയല്ല, നമ്മൾ ഈ പറയുന്ന ഇഷ്ടമല്ല, സഹാബാക്കൾ കൊടുത്ത ഇഷ്ടമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പറയും നമുക്ക് ഇഷ്ട, ഭയങ്കര ഇഷ്ട, പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കാര്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അതിപ്പോ പെരുമാറ്റത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, ദേശത്തിന്റെ കാര്യത്തിലായിക്കോട്ടെ, എന്ത് കാര്യത്തിലായിക്കോട്ടെ, അത് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇനിയും സമയമുണ്ട്.
ഇനിയും നിങ്ങൾ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ, ഈ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ചാൻസ് തരുന്നതാണ്. ഇനിയും ചാൻസ് ഉണ്ട് മാറാൻ വേണ്ടിയിട്ട്. കാരണം അവസാന നിമിഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സങ്കടപ്പെട്ടിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മുന്നിൽ പറയും, യാ അല്ലാഹ്, എന്റെ ഉമ്മത്തുകള് ഈ ഖുർആന് ശരിക്കും ചെയ്തില്ലാലോ എന്നുള്ളത്. അതായത് ശരിക്കും ഓതില്ല എന്നുള്ളതല്ല അതിൽ പറയുന്നത്, ശരിക്കും മനസ്സിലാക്കി ലൈഫിൽ കൊണ്ടുവന്നിട്ടില്ലാലോ എന്നുള്ളത്. എത്ര വിഷമായിരിക്കും റസൂൽ സല്ലല്ലാഹു. കാരണം നമുക്ക് വേണ്ടിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയും സഹിച്ചത്. എന്തൊക്കെ സഹിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ജസ്റ്റ് നമ്മുടെ നഫ്സിനും നമ്മുടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഒഴിവാക്കാന്ന് പറഞ്ഞാല്, നമുക്ക് റസൂൽ സല്ലല്ലാഹു നമ്മുടെ ആടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് എന്നും ആലോചിക്കാം. മനസ്സ് തട്ടിയിട്ട് സലാത്ത് പറയാം, വെറുതെ അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് അങ്ങനെ പറയാതെ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് ശരിക്കും മനസ്സ് തട്ടിയിട്ട് വിളിക്കാം. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതിയിൽ തന്നെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, എങ്ങനെയാണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്യാൻ പറഞ്ഞത് അതുപോലെ, ആ സുന്നത്തുകൾ അതുപോലെ നമ്മുടെ ലൈഫിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് നമ്മള് ഇപ്പം ഈ ഒരു മണിക്കൂറിൽ ഞാൻ ജസ്റ്റ് ചുരുക്കി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു മണിക്കൂറിൽ ഒന്നും ആവൂല. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാന നിമിഷം എന്ന് പറയുന്നത് അത്രയും അധികമാണ്. പക്ഷെ നമുക്ക് ഇത്രേ ടൈം ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. നമ്മള് ഇവിടെ നിന്ന് നമ്മള് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കമ്പനി നമ്മള് മിസ് ചെയ്യുന്നുണ്ട് അല്ലെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാതെ ആ ഒരു കമ്പനി നമുക്ക് ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ജന്നാത്തുൽ ഫിർദൗസ് എന്നെങ്കിലും നമുക്ക് ആ കമ്പനി കിട്ടണം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെല്ലാവർക്കും ആ ഒരു പദവി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കയ്യിൽ നിന്ന് ആ ഹൗദുൽ കൗസറിന് കുടിക്കാൻ വേണ്ടിയിട്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടപാടിനെ ഇതെന്റെ ഉമ്മത്തല്ലേ എന്ന് പറഞ്ഞിട്ട് കൈ പിടിച്ച് ഇങ്ങനെ വലിക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു അനുഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെയും ഞാൻ എന്നോട് തന്നെ ഓർമ്മപ്പെടുത്തുന്നതാണ്, ഇഷ്ടം എന്ന് പറയുന്നത് വായ കൊണ്ടുള്ള ഇഷ്ടമല്ല, മനസ്സ് തട്ടിട്ടുള്ള ഇഷ്ടമാണ്. എന്താണോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, എന്താണോ ചെയ്യണ്ടെന്ന് പറഞ്ഞത് അത് ചെയ്യാതിരിക്കുക, എന്താണോ ചെയ്യണം എന്ന് പറഞ്ഞത് അത് ചെയ്യുക. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഇഷ്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം. അവിടെ നമ്മൾ സെറ്റായി കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുത്ത ലൈഫിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്നെ നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ തന്നെ നമ്മളെയും ഉയർത്തെഴുന്നേൽപ്പിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇവിടെ മരിച്ചവർക്കും ജീവിച്ചവർക്കും എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ എഫേർട്ട് സ്വീകരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെ ബുക്കിലും ഈ ഒരു മണിക്കൂർ അത് അല്ലാഹ് ശരിക്കും തൃപ്തിപ്പെട്ടിട്ട് എഴുതിയ ആ ഒരു മണിക്കൂറാക്കി മാറ്റി പെരുമാറാവട്ടെ. ബറക്കല്ലാഹു ഫീക്കും. ജസാക്കുമുല്ലാഹു ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വറഹ്മത്തുള്ളാഹി വബറകാതുഹു.